അപ്പോൾ ഇനി ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് മുട്ട വെച്ച് തന്നെ ഒരു KFC ഉണ്ടാക്കാം. എല്ലാ മച്ചാന്മാർക്കും മെസ്സറിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് KFC പോലെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ട വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലൊരു 3 മുട്ട പൊട്ടിച്ച് കഴിക്കാം. ഇനി മുട്ടയിലേക്ക് അല്പം ഗരം മസാല, അല്പം കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം, ഒന്ന് ഓംപ്ലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാണ്. അപ്പോൾ ഞാൻ പാനിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂട് പോട്ടെ. അപ്പോൾ നമുക്ക് മറ്റ് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് മാവിലിനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ 300 ഗ്രാം മൈദ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ മാവ് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ മാറ്റി വെച്ച മാവിൽ അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ മാവിനേക്കാളും അല്പം കൂടെ ലൂസാക്കിയിട്ട്. അപ്പോൾ നമ്മൾ കലക്കാതെ മാറ്റി വെച്ച മാവിലോട്ട് അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. നേരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് മുറിച്ചെടുക്കണം. ആദ്യമേ നമുക്ക് പ്ലസ് ആയിട്ടൊന്ന് മുറിക്കാം. നമുക്ക് ഈ രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ 8 പീസായിട്ട് വരും. ദാ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിനി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം. ആദ്യം ഒരു മുട്ടയുടെ പീസ് എടുക്കുക, മാവിലൊന്ന് മുക്കുക. മാവിൽ മുക്കിയതിന് ശേഷം നമ്മളെ പൊടിയിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കുക, ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും മാവിലോട്ട് മുക്കുക. വീണ്ടും ഈ പൊടിയിലോട്ട് മുക്കുക. നല്ല രീതിയിൽ കോട്ട് ചെയ്യണം. അപ്പം നേരെ എണ്ണയിലോട്ടിടാം. ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ, ഒരു ഗോൾഡൻ കളർ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കനെ പോലെ പുറം ക്രിസ്പിയായി വരുന്നുണ്ട്. മൂത്തിട്ടുണ്ട്, നമുക്കെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് എഗ്ഗിൻ്റെ പരിപാടി എല്ലാം കഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് മുട്ട വെച്ച് തന്നെ ഒരു KFC ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.